1888 ലണ്ടൻ നഗരം വൈറ്റ് ചാപ്പൽ എന്നറിയപ്പെട്ടിരുന്ന ഒരു പ്രദേശം. ദാരിദ്ര്യവും രോഗങ്ങളും കുറ്റകൃത്യങ്ങളും നിറഞ്ഞിരുന്ന ഒരു നഗരപ്രദേശം. സ്ത്രീകൾ തെരുവിൽ ജോലി ചെയ്യുന്ന, ആർക്കും സുരക്ഷയില്ലാത്ത, ഭക്ഷണത്തിനായി താമസത്തിനായി പെടാപ്പാടുപെടുന്ന ജനത. ഒടുവിൽ അവിടുത്തെ സ്ത്രീകൾ വേശ്യാവൃത്തിയിലേക്ക് ഇറങ്ങി. പക്ഷേ ആ വർഷം ഒരു പേരില്ലാ കൊലയാളിയുടെ വരവോടെ ഈ മേഖല മുഴുവനും ഭീതിയിൽ മുങ്ങിത്താണു. ആദ്യമായി ഭയം ജനിപ്പിച്ചത് ഓഗസ്റ്റ് 31 പുലർച്ചെ 3 മണി. മേരി ആൻ നിക്കോൾസ് എന്ന സ്ത്രീയുടെ മൃതദേഹം തെരുവിൽ കണ്ടെത്തി. അവളുടെ കഴുത്ത് ക്രൂരമായി മുറിച്ചു മാറ്റപ്പെട്ടിരുന്നു. ശരീരത്തിൽ 8-ലധികം കുത്തേറ്റ മുറിവുകളും. ഒരാഴ്ചക്കകം തന്നെ സെപ്റ്റംബർ 8 ആനി ചാപ്മാൻ കൊല്ലപ്പെട്ടു. ശരീരത്തിൽ 10-ലധികം മുറിവുകൾ കണ്ടെത്തി. അവളുടെ ആന്തരിക അവയവങ്ങൾ എടുത്തു മാറ്റപ്പെട്ട നിലയിലായിരുന്നു. ഒക്ടോബറിൽ വീണ്ടും എലിസബത്ത് സ്ട്രൈഡ്, കാതറിൻ എഡോവ്സ് ഒരേ രാത്രിയിൽ രണ്ടുപേരും അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. രക്തം മണക്കുന്ന അന്തരീക്ഷം, ഭീതി നിറഞ്ഞ ഇരവുകൾ. നാടും നഗരവും ഒന്നടങ്കം ഭീതിയിൽ മുങ്ങിത്താണ ദിനരാത്രങ്ങൾ. ഒടുവിൽ നവംബർ 9 മേരി ജെയിൻ കെല്ലി എന്ന യുവതി അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. അവളുടെ ശരീരം തിരിച്ചറിയാനാകാത്ത വിധം വെട്ടി നുറുക്കിയിരുന്നു കൊലപാതകി. പോലീസ് ഉടനെ തിരിച്ചറിഞ്ഞു, ഇതെല്ലാം ഒരാൾ നടത്തുന്ന കൊലപാതകങ്ങളാണ്. വഴികളും രീതികളും ഒന്നു തന്നെ. കൊലയാളിക്ക് ശരീരാവയവങ്ങളെ കുറിച്ച് അറിവ് കൂടുതലാണെന്ന് പലപ്പോഴുമുള്ള പോലീസിന്റെ പരിശോധനകളിൽ തെളിഞ്ഞു വന്നു. കൊലപാതകി അതിനാൽ തന്നെ ശസ്ത്രക്രിയാ പരിചയമുള്ള ഡോക്ടറോ അല്ലെങ്കിൽ കശാപ്പുകാരനോ അതുമല്ലെങ്കിൽ ശാസ്ത്രജ്ഞനോ ആയിരിക്കാമെന്ന് പോലീസ് സംശയിച്ചു. പക്ഷെ ഇതിലും ഭയാനകമായത് കൊലയാളി പോലീസിനയച്ച കത്തുകളാണ്. ഡിയർ ബോസ് എന്ന തലക്കെട്ടിൽ വന്ന ആദ്യ കത്ത്, അത് ആ മേഖലയിൽ ഒന്നടങ്കം വലിയ ചർച്ചയായി. ലണ്ടൻ പത്രങ്ങൾ എന്ന പോലെ വിവിധ മാധ്യമങ്ങളെല്ലാം അത് സജീവതയോടുകൂടി കൈകാര്യവും ചെയ്തു. ക്യാച്ച് മീ ഇഫ് യു ക്യാൻ എന്ന പോലെ പോലീസിനെ വെല്ലുവിളിക്കുന്ന പല വിധത്തിലുള്ള പ്രയോഗങ്ങൾ കത്തിൽ ഉള്ളടക്കം ചെയ്തിരുന്നു. പിന്നീട് വന്നത് ഫ്രം ഹെൽ എന്നെഴുതിയ കത്ത്. അതിൽ മനുഷ്യന്റെ ഒരു വൃക്കയുടെ ഭാഗം പോലും ഉണ്ടായിരുന്നുവെന്ന് പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. നീചമായ, ക്രൂരമായ, നിന്ദ്യമായ കൊലപാതകത്തിന്റെ കഥകൾ തുടരുകയാണ്. ആ കാലത്ത് പത്രങ്ങൾ ഇതിനെ വലിയ പ്രചാരണം നൽകിയതും അതിനപ്പുറം കൊലയാളിക്ക് ജാക്ക് ദി റിപ്പർ എന്ന പേര് പത്രങ്ങൾ ചാർത്തി നൽകിയതും പിന്നീട് ചർച്ചകൾക്ക് കൊഴുപ്പേകി. അതോടെ കൊലയാളി ലോകമെമ്പാടും ഭീതിയുടെ പ്രതീകമായി മാറുകയും ചെയ്തു. പോലീസ് ആയിരക്കണക്കിന് ആളുകളെ ചോദ്യം ചെയ്തെങ്കിലും സംശയിച്ചത് ഡോക്ടർമാരെയും പട്ടാളക്കാരെയും സാധാരണ തൊഴിലാളികളെയും വരെയായിരുന്നു. പക്ഷേ ഒരാളെയും ഒരു തെളിവോടും കൂടി പിടികൂടാനായില്ലെന്നത് മറ്റൊരു ചരിത്രം. കുറ്റകൃത്യങ്ങൾ പെട്ടെന്നു തന്നെ നിർത്തപ്പെട്ടു. കൊലയാളി ആരായിരുന്നു? മരിച്ചുപോയോ? മറ്റു നഗരത്തിലേക്ക് പോയോ? ഇന്നും അതൊരു പ്രഹേളികയായി തുടരുകയാണ്. ജാക്ക് ദി റിപ്പർ കേസിന്റെ പേരിൽ നിരവധിയായ അന്വേഷണങ്ങൾ, എന്തിനേറെ DNA ടെസ്റ്റുകൾ വരെ നടന്നു. പക്ഷേ ഒരിക്കലും പോലീസിന് ഉറപ്പിച്ച കുറ്റവാളിയാണെന്ന് പറയാനുതകുന്ന തെളിവുകൾ കിട്ടിയില്ല. 135 വർഷങ്ങൾക്ക് ശേഷം പോലും ലോകത്തിലെ വലിയ അൺസോൾവ്ഡ് ക്രൈം മിസ്റ്ററിയായി ജാക്ക് ദി റിപ്പർ തുടരുകയാണ്. അവന്റെ പേര് ഇന്നും കേൾക്കുമ്പോൾ പേടി തോന്നിപ്പിക്കുന്ന ഒരു ചോദ്യമായി ഉയരുകയാണ്. ജാക്ക് ദി റിപ്പർ ആരായിരുന്നു? ജാക്ക് ദി റിപ്പർ ആരായിരുന്നു?